നമസ്കാരം. ശുക്രനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ജ്യോതിഷപ്രകാരം സംഭവിക്കാൻ പോകുന്നത്. ഇതേക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ശുക്രനെ കുറിച്ച് പരാമർശിക്കുകയാണ് എങ്കിൽ പൊതുവെ ഭാഗ്യത്തിന്റെ ഒരു ഗ്രഹമായാണ് കണക്കാക്കപ്പെടുന്നത്. ധനം, ആകർഷണം, പ്രേമം എന്നിങ്ങനെ ജീവിതത്തിന്റെ സന്തോഷം നൽകുന്നതായ മണ്ഡലങ്ങളിൽ എല്ലാം ശുക്രന്റെ അധീനതയിലാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ശുക്രൻ സ്ഥാനം മാറുന്നതിനനുസരിച്ച് ഓരോ വ്യക്തികളുടെയും ജീവിത സാഹചര്യം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ് വാസ്തവം. രാശി മാറുന്നതിനോടൊപ്പം ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങളും മാറാറുണ്ട്. ഇത് പല വ്യക്തികളുടെയും ഭാഗ്യ നിർഭാഗ്യങ്ങളെ സൂചിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം, അല്ലെങ്കിൽ സ്വാധീനിക്കുന്നു എന്ന കാര്യം ഓർക്കുക. ശുക്രനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരാമർശിക്കുമ്പോൾ ശുക്രൻ ഭരണി നക്ഷത്രത്തിലാണ് ഉള്ളത്. എന്നാൽ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. കൃത്യമായി പറയുകയാണ് എങ്കിൽ മെയ് 16 ഉച്ച കഴിഞ്ഞ് 3:48 ശുക്രൻ കാർത്തിക നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ മെയ് 27 വരെയാണ് ശുക്രൻ അവിടെ തുടരുക. അതിനാൽ ഇത്തരത്തിലുള്ള നക്ഷത്രമാറ്റം ചില രാശിക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതായ സമയമാകുന്നു. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രന്റെ നക്ഷത്രമാറ്റം വളരെ അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുന്നതായ സമയമാകുന്നു. കാരണം ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ ചില പ്രശ്നങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും. പൊതുഫലപ്രകാരമാണ് ഈ കാര്യങ്ങൾ പരാമർശിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഒരു 70% വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൽ ഇത് ബാധകമായി തീരും. അത്തരത്തിൽ വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഭൗതികമായ സുഖങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. അതിനാൽ മനസ്സിൽ വളരെയധികം സന്തോഷം കടന്ന് വരുന്നതായ ദിവസങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. ഈ സമയം നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ ആ കഠിനാധ്വാനത്തിന് ശരിയായ രീതിയിലുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. ചെയ്യുന്ന പ്രവൃത്തികളിൽ, പരിശ്രമങ്ങളിൽ വിജയങ്ങൾ കാണുവാൻ സാധിക്കും. അതിനാൽ സന്തോഷകരമായി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഉന്നത അധികാരികളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്ഥാനോന്നതി, ധനപരമായ നേട്ടങ്ങൾ എന്നിവ വന്നു ചേരുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ചെയ്യുന്ന പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പല പരാജയങ്ങളെയും തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ സമയം. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരാം. പണം നീക്കിവയ്ക്കുവാനുള്ള അവസരങ്ങൾ, അതല്ല നിങ്ങളുടെ ജീവിതത്തിൽ ലാഭകരമായ കാര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു. പണം ലാഭകരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാറ്റിവയ്ക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സന്തോഷം പകരുന്നതായ അവസരങ്ങളും വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. കാരണം ശുക്രൻ അനുകൂലമായി നിൽക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുകയും വിജയം നിങ്ങൾക്കൊപ്പമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കന്നി രാശിയാണ്. കന്നി രാശിക്കാരുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന് തന്നെ പറയാം. കാരണം കന്നി രാശിക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശുക്രൻ കാർത്തിക നക്ഷത്രത്തിൽ എത്തുന്നതോടെ കന്നി രാശിക്കാർക്ക് നല്ല കാലം വന്നെത്തും എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കില്ല എന്ന മുൻവിധി നിങ്ങൾക്കുണ്ടാകാം.
അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റി വച്ചിട്ടുമുണ്ടാകാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ പുനരാരംഭിക്കുവാനോ അല്ലെങ്കിൽ വിജയിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കും. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ദാമ്പത്യ ജീവിതത്തിലും പ്രണയികൾക്കും അനുകൂലം തന്നെയാണ് സമയം. അവിവാഹിതരായ വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ വിവാഹം നിങ്ങൾ ഈ സമയം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ വിജയം കാണുവാനുള്ള സാധ്യതയുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സാമ്പത്തികപരമായ നില മെച്ചപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. കരിയറുമായി ബന്ധപ്പെട്ട് പലവിധ പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വിജയം കാണുവാൻ സാധിക്കുന്ന സമയമായി മാറും. കാരണം കരിയറുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. വലിയ ഉത്തരവാദിത്തങ്ങളുള്ള സ്ഥാനങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. തന്മൂലം നിങ്ങൾക്ക് പല രീതിയിലുള്ള നേട്ടങ്ങൾ, ധനപരമായ ഉയർച്ച എന്നിവ വന്ന് ചേരുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു. ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ കൃത്യതയോടെ ചെയ്ത് തീർക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ലക്ഷ്യങ്ങളിലേക്ക് കൂടുതൽ അടുക്കുവാൻ, ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളും ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. ജീവിതത്തിൽ വളരെയധികം സന്തോഷപരമായ നിമിഷങ്ങൾ വന്നു ചേരും. കൂടാതെ വ്യാപാര രംഗവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച സമയം നിങ്ങൾക്ക് വന്നു ചേരും. പുതിയ കരാറുകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. പുതിയ ഓഫറുകൾ നിങ്ങൾക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുകയും വളരെ കാലമായി അലട്ടിയിരുന്ന ചിന്തകളിൽ നിന്നും അഥവാ വളരെ കാലമായി അലട്ടുന്ന മനക്ലേശങ്ങൾ, അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് സമയം. കാരണം ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ശുക്രൻ അനുകൂലമായി നിൽക്കുന്നതിനാൽ സന്തോഷകരമായ നിമിഷങ്ങളും മനക്ലേശങ്ങളും ഒഴിയും. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. എന്നിരുന്നാൽ പോലും ഒരു 75% വ്യക്തികൾക്കും ഇത് അവരുടെ ജീവിതത്തിൽ ബാധകമാവുക തന്നെ ചെയ്യും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാണ്. മകരം രാശിയിൽ ജനിച്ച വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ ഫലം വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. കാരണം ശുക്രൻ കാർത്തിക നക്ഷത്രത്തിൽ എത്തുക വഴി കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതം കൂടുതൽ ഐശ്വര്യപൂർണമായി മാറുക തന്നെ ചെയ്യും. കൂടാതെ മകരം രാശിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ഇരട്ടിക്കുന്നതായ സമയമാണ്. ഈ സമയം നിങ്ങൾക്ക് ചില അത്ഭുതകരമായ നേട്ടങ്ങൾ വന്നു ചേരാം. അതിൽ പ്രധാനപ്പെട്ടതായ ഒന്ന് തന്നെയാണ് ഭൗതിക സുഖം വന്നു ചേരുക എന്ന കാര്യം. കൂടാതെ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ചില സൗകര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ പല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുകയും പല മേഖലകളുമായി ബന്ധപ്പെട്ട് ധനലാഭം, നേട്ടങ്ങൾ, ഉയർച്ച എന്നിവ വന്നു ചേരുകയും ചെയ്യും. ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് യാത്രകൾ നിങ്ങൾക്ക് അനിവാര്യമായി വേണ്ടിവരും. എന്നിരുന്നാലും ഇതിൻ്റെ ഗുണകരമായ ഫലങ്ങൾ ജീവിതത്തിൽ ലഭിക്കും എന്ന കാര്യം ഓർക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം പങ്കാളിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. പങ്കാളിയുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ഊഷ്മളമായി തീരും. ആരോഗ്യപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ ആരോഗ്യം സംതൃപ്തികരമായിരിക്കും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കുക, നിങ്ങളുമായി ബന്ധപ്പെട്ട ധനപരമായ പല കാര്യങ്ങളും അനുകൂലമായി തീരുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ലാഭം നേടിയെടുക്കുവാനുള്ള വഴികൾ കടന്നു വരും. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിവാഹം നോക്കുന്നവരാണ് എങ്കിൽ അനുകൂലമായ ബന്ധം വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. സാമ്പത്തിക നില അല്പം മെച്ചപ്പെടാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് വലിയ ഓഫറുകൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു.
അത് ജോലി മാറുന്ന കാര്യത്തിലേക്ക് നയിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. വിദേശത്തും നാട്ടിലും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളും ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. എന്നിരുന്നാൽ പോലും ഒരു 75% വ്യക്തികൾക്കും അത് അവരുടെ ജീവിതത്തിൽ ബാധകമാകും എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. എടുത്തുചാട്ടം പാടുള്ളതല്ല. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക. അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്ന് ഭവിക്കും.